ഈശ്വര നമസ്കാരം. വിഷു നമസ്കാരം. നമസ്കാരമുണ്ട്. എന്ത് പറ്റി? ഇത് കല്യാണം പിന്നെയും വല്ലതും കഴിച്ചതാണോ കഴിച്ചതോ എന്താ ഈ മാലയൊക്കെ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് പുറത്തു നിന്നും ഒരു എക്സലൻസ് അവാർഡ് എനിക്ക് കിട്ടി. പുറത്തു നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് വല്ല പിള്ളേർ വെച്ചതായിരിക്കും. അത് നിങ്ങൾ എടുത്തോണ്ട് പോകരുത്. അത് അവർക്ക് വീട്ടിൽ കൊണ്ടുവരാനുള്ളതല്ലേ. ഇവിടെ ഒന്നുമല്ല, പിന്നെ ചൈനയിൽ നിന്ന് എനിക്കൊരു എക്സലൻസ് അവാർഡ് ഇന്ന് കിട്ടും. ഓ കലക്ക് കേട്ടാ. ഒന്ന് വരാമോ? ഓ വരാലോ. അല്ല മോള് വരണം, മോളെ മോളോട്. ശരി കേട്ടോ. അല്ല ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ ആദരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ശ്രീ കേശവ മാമൻ, അദ്ദേഹം നമ്മളോടൊപ്പം ഒരുപാട് എപ്പിസോഡുകളിലുണ്ടായിരുന്നു. അദ്ദേഹം ചൈനയിൽ നിന്നും ഒരു എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിലെനിക്കൊരു വലിയ പങ്കുണ്ട്. അത് എനിക്കും കൂടി ഉള്ളതാണ്. അതിന്റെ പങ്ക് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ കേശവ മാമനെ ഈ അവസരത്തിൽ ഒന്ന് അനുമോദിക്കുന്നു. അല്ല കെട്ടിപ്പിടിച്ചോട്ടെ. അല്ല, ഞാൻ ഇത്രയും നാളെ ഈ വേദി ഇരുന്നിട്ട് എന്തോരം പിള്ളേർക്കൊക്കെ നിങ്ങൾ ഇവിടെ അവാർഡ് കൊടുത്ത്, എക്സലൻസ് അവാർഡ്. ഒരു അവാർഡ് എനിക്ക് വന്നു ഇത്രയും പ്രായമുള്ള. അല്ല ഞാനൊന്ന് ആദ്യം അനുമോദിക്കട്ടെ. അത് അങ്ങനെ പറയല്ലേ. അത് വിട്, എനിക്ക് പറ്റിയത് പറ്റി. ഉറപ്പായിട്ടും അംഗീകാരങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് തന്നെ കേട്ടോ. ഗംഭീരമായി. അത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇത് എങ്ങനെയാണ് ചൈനന്ന് വരുന്നത്? അല്ല, അത് സംഭവം എന്ന് വെച്ചാല് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. തെലുങ്കില് എന്റെ ഈ ക്രൂരങ്കാക്കട പാട്ടുണ്ടല്ലോ, മാനത്ത് പറക്കണ കാക്കട, ഞാൻ തെലുങ്ക് വെർഷനിൽ ഒരു സംഭവം ചെയ്തായിരുന്നു തെലുങ്കില്, യൂട്യൂബിലിട്ട്. അത് ഭയങ്കര വൈറലായിട്ട് ഇത് ചൈനയിലെത്തി. അല്ല തെലുങ്കുണ്ടോ? അത് തെലുങ്കുണ്ട്. അയ്യോ ഞങ്ങളാരും കേട്ടിട്ടില്ലോ. യൂട്യൂബ് നോക്കാറില്ലേ? യൂട്യൂബ് നോക്കാറുണ്ട്. നിങ്ങളുടെ പരിപാടി നോക്കാറില്ല. തെലുങ്കുണ്ട്, തെലുങ്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. മാനത്ത് പറക്കലു കാക്കനെ പിടിച്ചലു തിരിച്ചിട്ട് മറിച്ചില് കൊത്തണ കാക്കുലു ക്രൂരൻ കാക്കുലു കൂടവിലു. ഇതാണ് യൂട്യൂബ്. ഈ സാധനം ചൈനയിലെ ഒരു കേട്ടിട്ട് ചൈനീസ് വെർഷൻ ഇറക്കണമെന്നും പറഞ്ഞ് സംഭവം പറഞ്ഞു വന്നൊക്കെ. വേണമെങ്കിൽ ഇതിന്റെ ചൈനീസ് വെർഷൻ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പാടാൻ വേണമെന്നില്ല. അയ്യോ, അല്ലെങ്കിൽ തന്നെ ഇതിന്റെ കുറെ വെർഷൻ നമ്മൾ കുറെ എപ്പിസോഡുകളായിട്ട് കേൾക്കുന്നുണ്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു തെലുങ്ക് ഇവിടെ കേൾക്കാൻ പറ്റി. ചൈന ഞാൻ ഊഹിക്കാം. അല്ല, ഞാനിത് ഒളിച്ചു വെച്ചേക്കരുത്. എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഊഹിക്കാം. ഒളിച്ചു വെക്കണ്ട. ചൈനയുടെ വേണ്ട. എങ്കിലും ഈ സമ്മാനം കിട്ടിയതിൽ ഞങ്ങൾ അനുമോദിക്കുന്നു. ഓക്കെ. ഒറ്റ മിനിറ്റ്. ചൈനന്നാ ന്യൂ ഇയർ ആഘോഷത്തിന്റെ തിരക്കിലായിരിക്കും. എന്നാ പറ്റിയ ഒരു ചതി പറ്റി വിഷാരടി. എന്ത് പറ്റി? ഈ ചൈനക്കാർ ഇവിടെ വന്നതേ എനിക്ക് അവാർഡ് തരാൻ വേണ്ടിട്ടായിരുന്നില്ല. പിന്നെ മറ്റേ കൊറോണയുടെ ഒരു വകഭേദം വന്ന വൈറസ് ഇറങ്ങിയിട്ടുണ്ടായില്ല, അത് എന്നിലേക്ക് പകർത്താൻ വേണ്ടി വന്നതാണ് അവരിവിടെ. എന്നാ പണിയായിട്ടാ കാണിച്ചത്? ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുക ഉമ്മയൊക്കെ വയ്ക്കുകയോ ചെയ്തില്ല. എനിക്ക് വരൂല ഇനി. അത് എന്തിനിവിടെ കിടന്ന് ഒച്ചെടുക്കണ? എനിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ പങ്ക് പിഷാരടിക്കണ്ടുള്ളാണ് നേരത്തെ പറഞ്ഞല്ലേ. അതിന്റെ പങ്ക് അങ്ങോട്ട് എടുത്തോ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ.